തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപാനികൾ എറിഞ്ഞ് ബിയർ കുപ്പി ദേഹത്തേക്ക് വീണ് 5 വയസ്സുകാരന് പരിക്കേറ്റു. കല്ലുക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരിക്കേറ്റത്. കൂടുതൽ വിവരങ്ങൾ ജിബിൻ ജെബി നൽകും. ജിബിൻ, മദ്യപിച്ചുള്ള അർമാദത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനാണ് പരിക്കേറ്റിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? പരിക്ക് സാരമുള്ളതാണോ? ഇന്ന് രാത്രിയോട് കൂടിയാണ് ഈ കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിന് മുമ്പിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ ബാറിനകത്ത് ഒരു സംഘം മദ്യപിച്ചിരിക്കുകയായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ബാറിനകത്തുണ്ടായിരുന്ന സംഘവും അപ്പുറത്ത് നിന്ന് കാറിലെത്തിയ സംഘവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഈ സമയത്താണ് ബാറിൽ നിന്ന് ഇറങ്ങിയവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പി റോഡിലേക്ക് വലിച്ചിറങ്ങിയത്. ഈ സമയത്ത് റോഡിലൂടെ പോവുകയായിരുന്ന കുട്ടിക്കും പിതാവുമാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. കുട്ടിയുടെ കഴുത്തിലും അതുപോലെ കാലിലും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ കാട്ടാക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതിന് ശേഷം ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഘങ്ങളെ തമ്മിൽ, കാരണം ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന ഇതിൽ ഒരു സംഘം കയ്യിൽ കരുതിയിരുന്ന ബിയർ കുപ്പി റോഡിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ റോഡിൽ കൂടി പോവുകയായിരുന്ന ഒരു കുട്ടിക്കും പിതാവിനുമാണ് ഇത് ഈ ഒരു അക്രമത്തിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അതുകൊണ്ട് വ്യാപകമായ ഒരു അന്വേഷണം ഈ സംഘങ്ങളെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ കാട്ടാക്കടയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായിരിക്കുന്നത്. ഉടൻ തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിബിനി, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചോ? CCTV ഒക്കെ ഉണ്ടാകുമല്ലോ ബാറിന്റെ പരിസരത്ത്. അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നില്ലേ? അല്പസമയം മുമ്പാണ് ഈ ഒരു അക്രമം നടന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ ഒരു ബാറിൽ നിന്ന് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പ്രതികളെ കസ്റ്റഡി എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ കുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഈ സംഭവം നടന്ന ഉടനെ തന്നെ കാട്ടാക്കടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് എത്തിച്ച് ചികിത്സ നൽകിയത്. അതിനുശേഷം വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ പരിക്ക് നിലവിൽ ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.